തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF പ്രതീക്ഷിക്കാത്ത തരത്തിൽ വളരെ വലിയ രീതിയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ തീർക്കാനാണെന്ന് തോന്നുന്നു മുൻ മന്ത്രി കൂടിയായ CPM നേതാവ് ശ്രീ MM മണി അത് ജനങ്ങളെ എന്ത് കരുതിയിട്ടാണ് ആ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നൽകിയ പെൻഷൻ വാങ്ങി തിന്നുകൊണ്ട് പറ്റിച്ചു, വോട്ട് കുത്തിയില്ല എന്ന് പറയുന്നു. എന്ത് ന്യായമാണ് ഈ ഒരു പ്രസ്താവനയ്ക്ക് പറയാൻ കഴിയും? അല്ല, MM മണിയുടെ പ്രസ്താവന എനിക്ക് തോന്നുന്നില്ല CPM-കാർ തന്നെ ആവർത്തിക്കുന്നു. അത് CPM ആയതുകൊണ്ട് MM മണി ആയതുകൊണ്ട് അവരതിന് മറുപടി ഒന്നും പറയില്ല, നാട്ടുകാരെടുത്തിട്ട് അലക്കും, അത്രേ ഉള്ളൂ. CPM-ന്റെ സ്വഭാവം അതാണല്ലോ. പത്മകുമാർ ജയിലിൽ പോയിട്ട് പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്ത ആളാണ്. 1.5 വർഷം ജയിലിൽ കിടന്ന ശിവശങ്കരൻ ഇപ്പോൾ പുറത്തു വന്നു പാർട്ടി വേദിയിൽ വരികയാണ്, സർക്കാർ വേദികളിൽ വരികയാണ്. സർക്കാർ വേദികളിൽ ശിവശങ്കരൻ വരികയാണ്. ശിവശങ്കരൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ ജാമ്യം മേടിച്ചു വന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടതാണ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ ജാമ്യം എടുത്തു വന്നതാണ്. അതൊക്കെ പോട്ടെ, MM മണിയെ എന്ത് ചെയ്യും, MM മണിയെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. മുൻപ് പലതവണയും MM മണി ഇതുപോലത്തെ പല പരാമർശം നടത്തും. അവിടെയാണ് പ്രശ്നം. വളരെ വില കുറഞ്ഞതും നമ്മൾ ഒന്നാമത് ആദ്യം കണക്കാക്കേണ്ടത് ഈ പൈസ കൊടുക്കുന്നത് ഇവരാരും കയ്യിൽ നിന്ന് എടുത്തല്ല, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ് പൈസ കൊടുക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇത് സൗജന്യം എന്തോ ഞങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് ഞങ്ങൾ 65 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് കിട്ടും എന്ന് പറയുന്ന രീതി തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്. അത് ഇടതുപക്ഷ വിരുദ്ധവുമാണ്. ഇടതുപക്ഷം അങ്ങനെയല്ല ചെയ്യുന്നത്. ഇടതുപക്ഷം ജനങ്ങളെ എംപവർ ചെയ്തിട്ടാണ്, അല്ല പൈസ കൊടുത്തിട്ടല്ല. ജനങ്ങളെ ശാക്തീകരിച്ച് അവർക്ക് ഭൂമി മേടിച്ചു കൊടുത്തു, അവർക്ക് സംഗതി അങ്ങനെയൊക്കെയാണ്. കൂലി കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക, അല്ലാതെ ബോണസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഇടതുപക്ഷ രാഷ്ട്രീയം അവസാനിച്ചു. അതൊരു കാര്യം ശരിയാണ്. ഇപ്പം ഏതാണ്ട് പ്രജയും രാജാവും തമ്മിലുള്ള ബന്ധമാണ്. അത് മിക്ക ഗവൺമെൻറ്റുകളും, ഞാൻ ഇടതുപക്ഷം മാത്രമല്ല കേട്ടോ, പ്രജയും രാജാവും തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ട് പൗരനും ജനാധിപത്യ സർക്കാരും തമ്മിലുള്ള ബന്ധമല്ല നമ്മുടെ നാട്ടിലുള്ളത്. ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യും, എന്നിട്ട് കുറേ വോട്ട് കിട്ടും. ഇപ്പോൾ ബീഹാറിലൊക്കെ നമ്മളത് കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താ? മണി പറഞ്ഞതല്ല, ഇടതുപക്ഷം അതിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായി ഉപേക്ഷിച്ചൊരു തെരഞ്ഞെടുപ്പായി കണ്ടത്. പൂർണ്ണമായി, ഞാൻ അങ്ങനെ പറഞ്ഞു. ഇടതുപക്ഷ രാഷ്ട്രീയം ഇതല്ല. ഒന്നാമത്, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം കേന്ദ്രീകരിച്ചാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാൻ അധികം സമയം വേണ്ട. ലോക ചരിത്രം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലോക ചരിത്രം തന്നെ അങ്ങനെയാണ്. അത് സ്റ്റാലിനാവാം, ഹോച്ചിമിനാവാം, മാവോ ആവാം, ആര് വേണിയാവാം. ആ പാർട്ടി പിന്നെ നിലനിൽക്കില്ല, അത് തകർന്ന് അടിഞ്ഞു പോകും എല്ലാ സ്ഥലത്തും. അത് കമ്മ്യൂണിസ്റ്റുകാർ കണ്ടില്ല. ഇവിടെ പിണറായി വിജയൻ അജയ്യനാണ്, പിണറായി വിജയനോട് തെറ്റും പറ്റില്ല, പിണറായി വിജയൻ പറഞ്ഞാൽ അത് മതി, കോടതിയോട് വരെ പിണറായി വിജയൻ സംബന്ധിച്ചിട്ട് പിന്നെ കോടതിക്ക് എന്താ പ്രശ്നം എന്ന അർത്ഥത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനാധിപത്യ യുഗത്തിൽ യോജിച്ചതല്ല. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം നടത്തുന്ന സോഷ്യലിസ്റ്റ് ഘടനയിൽ അത് പറ്റും. ജനാധിപത്യ യുഗത്തിൽ അങ്ങനെ സൂക്ഷിച്ചല്ല. ചിലപ്പോൾ നടന്നു എന്ന് വരും. ഇപ്പോൾ കോവിഡ്, ഇപ്പം നേരത്തെ പറഞ്ഞ കോവിഡ് കാലത്ത് ഒരു ജനങ്ങളെ നേരിട്ട് ജനങ്ങളൊപ്പം നിന്ന ഒരു ഭരണാധികാരി എന്നൊരു വികാരം ഉണ്ടാക്കി. അത് ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളത് പിന്നെ വന്ന കാര്യമാണ്. കിറ്റ് കൊടുക്കലായാലും മറ്റു കാര്യങ്ങൾ, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി. ഇപ്പം എന്താ സ്ഥിതി? എന്ത് പ്രശ്നം വന്നാലും ജനങ്ങളുടെ കൂടെ അവരില്ലല്ലോ. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, പോലീസ്. CPM-ന്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് പോലും പറയും പോലീസ് മഹാമോശം. ഞാൻ പല ഫേസ്ബുക്ക് പോസ്റ്റും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയനെ 100% സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയും പോലീസ് വളരെ മോശമാണ്, വിലക്കയറ്റം പോലെയുള്ളത്, തൊഴിലില്ലായ്മ, കുട്ടികൾ നാട് വിട്ടു പോകുന്നു. ആരോഗ്യരംഗമൊക്കെ ഇത്രയും തകർന്നു എന്ന് പറയാൻ പറ്റില്ല. ദിവസേന 2-3 പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രി ഞാൻ പഠിക്കാൻ വിട്ടിട്ടുണ്ട്, അദ്ദേഹം പഠിച്ച് റിപ്പോർട്ട് വാങ്ങി അവരുടെ മേശയിൽ 12 മേശ നടന്നിട്ടുണ്ടാവും റിപ്പോർട്ട്. ഒരു റിപ്പോർട്ട് പോലും തിരിച്ചെടുത്തിട്ടില്ല. അത് കത്തിരകത്തിട്ടവർ മുതൽ മറ്റേ ഇതിൽ റേപ്പ് ചെയ്തവർ വരെ, ആംബുലൻസിൽ റേപ്പ് ചെയ്തപ്പെട്ടവരെ ഉള്ള കേസുകളുണ്ട് ഇവിടെ. ഒരു കേസിനും ഒരു നടപടി ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇവരുടെ രീതിയുണ്ട്. പിന്നെ അഹങ്കാരം, ധാർഷ്ട്യം, പലപ്പോഴും ഭാഷ. ഇവരുടെ ഏറ്റവും വലിയ ദൗർബല്യം MP ഗോവിന്ദൻ മാഷ് എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രതിപക്ഷത്തിന് ഗുണം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അദ്ദേഹം താത്വിക വിശകലനം നടത്തിക്കൊള്ളാക്കും. പണ്ട് മറ്റേ തൃത്താലേന്ന് അപ്പം കൊണ്ടുവന്ന് കൊച്ചിയിൽ വിറ്റ് കൈറയിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ ആ മഹാനാണ്. ഈ അപ്പം കച്ചവടം ചെയ്യുന്നവൻ എത്ര രൂപയുടെ കച്ചവടം ചെയ്യുന്നു? തൃത്താലയിൽ കൈറയിലില്ല എന്ന് തൃശ്ശൂർ വന്ന് കയറി എറണാകുളത്ത് വരുമ്പോൾ ഇയാൾ എത്ര കാശ് കൊടുക്കേണ്ടി വരുന്നു? ഒരു 10 ലക്ഷം അപ്പമൊക്കെ വിറ്റാലാണ് ഇയാൾ ഈ പറഞ്ഞ കാര്യമില്ല. അത് അപ്പോൾ എത്ര അപ്പം വിറ്റാലാണ് ഈ
ഈ കേരളിൻ്റെ വണ്ടി ചാർജ് കൊടുക്കാൻ പറ്റുക അതറിയണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു അത്തരത്തിലുള്ള പരമവിഡ്ഢിത്തങ്ങൾ പറയുക. പിന്നെ കേരളയിൽ ഞങ്ങൾ നടപ്പാക്കുന്നു പറയുക. ആശാ സമരം പോലൊരു സമരത്തോട് എടുത്തു നിന്ന് ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ ഞാൻ കണക്കാക്കുന്നത് വലിയ തോതിൽ LDF തിരിച്ചടിയായിട്ടുണ്ട്. കാരണം ജനങ്ങളുമായി ഏറ്റവും ബന്ധമുള്ള ഒരു ആശാ സമരം. സമരത്തിന് വന്ന ആൾ കുറവാന്ന് ഇവർ പറയും, ആയിക്കോട്ടെ. പക്ഷേ ഗ്രാമത്തിലുള്ള ആശാ വർക്കറുടെ ഉള്ളിൽ എന്താ ഞാൻ ആലോചിക്കണം, ഓരോ ആശാ വർക്കറും എന്താ വിചാരിക്കുക, ഈ സമരം ജയിക്കണമെന്നല്ലേ, കുറച്ച് കാശെങ്കിലും കിട്ടണമെന്നല്ലേ, കൂട്ടി കിട്ടണമെന്നല്ലേ, ഞങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ തൊഴിലാളി സമരം ചെയ്യണ കാലത്തും എല്ലാ തൊഴിലാളിയും അവരോട് വന്നിട്ടില്ല. കുറച്ച് തൊഴിലാളികൾ ബോൾഡായി പോയി സമരം ചെയ്ത് യൂണിയൻ ഉണ്ടാക്കി അടികൊണ്ട് വെടികൊണ്ട് അങ്ങനെ ഉണ്ടാക്കി. അതുപോലെ ഇനി ആശാ സമരത്തിൽ അത് ചെയ്തില്ല. തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് മുഖ്യമന്ത്രിയുടെ ഒരു കമൻറ്റ് നിങ്ങൾ കേട്ടു, വോട്ട് ചെയ്ത് വന്നിട്ട് കേരളത്തിൻ്റെ ഇതുവരെയുള്ള വികസനത്തെക്കുറിച്ചല്ല, കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ നടന്ന തദ്ദേശഭരണ വികസനങ്ങളെക്കുറിച്ചല്ല, കേരളം അധികാര വികേന്ദ്രീകരണത്തിൽ എത്രത്തോളം മുമ്പോട്ട് പോയി എന്നല്ല, അല്ലെങ്കിൽ എൻ്റെ ഗവൺമെൻറ് ഇന്ന കാര്യം ചെയ്തു എന്നല്ല, കോൺഗ്രസ്സിലെ ശ്രീലമ്പടന്മാർ എന്ന വാക്ക ഉപയോഗിച്ചു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫോക്കസ് മൊത്തം തെറ്റിപ്പോയി. LDF 2 പോയിന്റ് LDF പാളിപ്പോയി. ഒന്ന് കോൺഗ്രസ്സിലെ ശ്രീലമ്പടന്മാരെ പറയുന്നത്, 2 ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി അങ്ങ് വികാരമുണ്ടാക്കി ഹിന്ദു വോട്ട് മുഴുവൻ വാങ്ങിക്കളയാം എന്ന് വിചാരിച്ചു. അവിടെയാണ് പറ്റിയത്. പ്രശ്നം എന്താ, 2014 വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുള്ളത് അത് പരസ്യമായി അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അല്ല, ദേശാമിൻ്റെ മുഖപ്രസംഗമുണ്ട്, റിപ്പോർട്ടുകളുണ്ട്, ഫോട്ടോകളുണ്ട്. കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും മറ്റു നേതാക്കന്മാരും ജമാഅത്തെ ഇസ്ലാമി ഓഫീസിൽ ചെല്ലുന്നുണ്ട്, അവരിങ്ങോട്ട് വരുന്നുണ്ട്, പരസ്പരം കാണുന്നുണ്ട്, അവരുടെ ലഘുലേഖകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ 2014 വരെ ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയല്ല. അപ്പം മൗദൂദി അതിന് ശേഷം വന്ന ഒരാളാണ്. ഈ മൗദൂദി എന്ന് പറയുന്നാൽ 2014 ശേഷം ജനിച്ച ആളാണെന്ന് എനിക്കറിയില്ല. മാത്രമല്ല അന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്. 77 അടിയന്തരാവസ്ഥയ്ക്കെതിരായി ജമാഅത്തെ ഇസ്ലാമിയും BJPയും CPM ഒന്നിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ട്. അന്നാണ് ഇവർ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാറില്ല അതിന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചരിത്രത്തെ അങ്ങനെ അങ്ങ് മാച്ചു കളയാം. അത് സ്ത്രീ വിഷയത്തിലായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയത്തിലായാലും ചരിത്രം മുഴുവൻ മാച്ചു കളയാൻ പറ്റുമോ? ഇപ്പോൾ മുഖ്യമന്ത്രി സ്ത്രീ വിഷയം പറയുമ്പോൾ 2018 അദ്ദേഹത്തിൻ്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് അല്ലേ? 2018 നമുക്ക് ഓർമ്മയുണ്ട്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ടല്ലോ, ബാക്കിയാർ വായിച്ചിട്ടില്ലെങ്കിലും അല്ലെ അദ്ദേഹത്തിൻ്റെ ഓഫീസുകാർ വായിച്ചിട്ടുണ്ടല്ലോ. 2 പേരെ അദ്ദേഹത്തിൻ്റെ ഒരു MLA ഒരു മന്ത്രിക്കെതിരെ കൃത്യമായി സ്ത്രീകൾ ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ കൊടുത്ത മൊഴിയാ, തമാശയല്ല, വെറുതെ വാർത്തയല്ല, ടെലിഫോൺ വിളിച്ചിട്ടല്ല, വാട്സപ്പിലല്ല, ഒരു ക്വാസി ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ പെൺകുട്ടികൾ പോയി മൊഴി കൊടുത്തതാ. നീ അത് രേഖയല്ലേ? ആ രേഖ കയ്യിൽ വച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവരൊക്കെ പിന്താങ്ങിയതും ഇവർക്കെതിരെ നടപടിയെടുക്കാത്തതും മുകേഷിനെ 2ാമത് മത്സരിപ്പിച്ചതും ലോക്സഭയിൽ മത്സരിപ്പിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാ. നീ ഗണേഷ് കുമാർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. മറ്റേ ആളുകൾ ശശിയൊക്കെ ഞാൻ പറയുന്നില്ല, ഒരുപാട് പേരുണ്ട്. ഇത് എങ്ങനെ ഈ ഫോക്കസ് മാറിപ്പോയത് യഥാർത്ഥത്തിൽ അരാഷ്ട്രീയം. ആ അരാഷ്ട്രീയമാണ് LDF തിരിച്ചടിയായത്. കാരണം LDF എപ്പോഴും നിൽക്കുന്നത് രാഷ്ട്രീയ മുദ്രാവാക്യത്തിലാണ്. UDF അരാഷ്ട്രീയമായി പോകാറുണ്ട്, വേറെ ചില സംഗതികളൊക്കെ. മാത്രമല്ല ശബരിമല പോലൊരു വിഷയത്തിൽ കൃത്യമായൊരു മറുപടി പറഞ്ഞില്ല. ഞങ്ങൾ നടപടിയെടുത്തു. എന്ത് നടപടിയെടുത്തു? ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ, ഹൈക്കോടതിയുടെ മോണിറ്ററിങ്ങിലല്ല ശബരിമല അന്വേഷണം നടക്കുന്നതെങ്കിൽ ഏത് കൊച്ചു കുട്ടിക്ക് അറിയാലോ ഇതൊന്നും നടക്കില്ല. 2018 അതിനു മുമ്പ് നടന്ന കൊള്ളകളാ വരണേ പുറത്ത്. ഏതെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും പോലീസ് വിജിലൻസ് ഇവർക്ക് ആർക്കെതിരെ നടപടിയെടുത്തു, ഒരു കത്ത് കൊടുത്തു, ഇത്രയും കൊള്ള ശബരിമല നടന്നിട്ട്? ഈ ശബരിമല മുഴുവൻ നടക്കുന്നത് CPM നിയോഗിച്ച പ്രസിഡന്റുമാർ ഉദ്യോഗസ്ഥന്മാർ ഉള്ള സ്ഥലത്തല്ലേ? എന്നിട്ട് അവരെന്താ പറഞ്ഞ്, സതീശന്റെ സുഹൃത്താണ് പോറ്റി. സതീശന്റെ സുഹൃത്ത് പോറ്റിയോട് കാക്കാൻ പറ്റുമോ? സതീശന്റെ സുഹൃത്താണെന്ന് എനിക്ക് അതിൽ മറ്റൊരു വിഷയം, ഈ ദേവസ്വം മന്ത്രിമാർക്ക് ഇതുമായി ഒന്നും യാതൊരു ബന്ധവും ഇല്ല എന്ന് വാദിക്കുന്നു. അതെന്ത് ന്യായമാണ്? അല്ല, ദേവസ്വം മന്ത്രിമാര് ഒന്നാമത്തെ ബന്ധം ഇവരെയൊക്കെ നിയമിച്ച് ദേവസ്വം മന്ത്രിയാണ്, ഇവരെ കീഴിലുള്ളതാണ്. ഇനി ദേവസ്വം മന്ത്രിമാർക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്നറിയാൻ ബോർഡ് സ്വയംഭരണ സ്ഥാപനമാണെന്ന് വേണ്ടി വാദത്തിന് വേണ്ടി പറയാം. മന്ത്രി നേരിട്ട് ഇടപെടാറില്ല. മന്ത്രി നേരിട്ട് ഇടപെട്ടോ എന്നുള്ളത് വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും മൊഴിയെന്നല്ലേ അറിയാൻ പറ്റൂ. ഹൈക്കോടതി തന്നെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് ആ വിഷയത്തിൽ.
ഉന്നതരുണ്ടെങ്കിൽ അവരെയും വിടരുത്. ഏത് പത്മകുമാർ അറസ്റ്റായതിനു ശേഷമാണ് ഈ വാദം വരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതുപോലെ അതാ ഞാൻ പറഞ്ഞു. ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ LDF ഗുണകരമായൊരു മുദ്രാവാക്യം ഉണ്ടായി, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും. കേരളത്തിന് ഒരു മുസ്ലിം ഉപമുഖ്യമന്ത്രി വരുന്നു, കുഞ്ഞാലിക്കുട്ടി. UDF ജയിച്ചാൽ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവും. അത് നോക്കിയിട്ടാണ് ഇത്തവണ ജമാഅത്തെ ഇസ്ലാമി എടുത്തത്. പക്ഷേ ഇത്തവണ നോക്കൂ, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം നിലം തൊട്ടില്ല. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാം പോയി. മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്ന പ്രദേശം കൊത്തം പോയില്ലേ. ഇനി ആ പണിയൊന്നും നടക്കില്ല. അവിടെ അതിന് പകരം LDF സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയം പറയാൻ തുടങ്ങണം. പക്ഷെ പറയാൻ കഴിയുമോ അവർക്ക്? അതിന് വേണമെങ്കിൽ സ്വതന്ത്രമായ ചർച്ച നടക്കണം. ഇപ്പോൾ എറണാകുളത്ത് എന്തൊക്കെയാണ് അവിടെ പ്രചരിപ്പിച്ചേ? ബ്രഹ്മപുരത്ത് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു. ബ്രഹ്മപുരത്ത് ക്രിക്കറ്റ് എവിടെയും കളിക്കാം. പക്ഷേ ബ്രഹ്മപുരം ഹാൻഡിൽ ചെയ്ത രീതി എത്ര വൃത്തികെട്ടതായിരുന്നു എന്ന് ആർക്കറിയാത്തത്? സ്വന്തക്കാർക്ക് കോൺട്രാക്ട് കൊടുത്ത് കോടിക്കണക്കിന് രൂപ കളയുക. 14 ദിവസം ബ്രഹ്മപുരം നിന്ന് കത്തിയത്. അത് ആദ്യത്തെ ഇരയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ ഭാര്യയെ കൊണ്ട് ആശുപത്രി ചെല്ലുമ്പോൾ അപ്പോഴാണ് ഞാൻ അറിയണം ഈ ബ്രഹ്മപുരം കത്തുന്നത്. വിശ്വാസം മുട്ട് വന്നിട്ട് ബ്രഹ്മപുരം 14 ദിവസം കത്തിയിട്ട് മേയർ വെറുതെ വർത്താൻ കൊണ്ടുവരണ്ടോ? ജനങ്ങൾ ചോദിക്കില്ലേ അത് എന്തുകൊണ്ട് കത്തി? അവിടെയാണ് വീണ്ടും അഴിമതിയിലേക്ക് വരുന്നത്. ഒരു പ്രമുഖ നേതാവിൻ്റെ മരുമകനാണ് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള നിരവധി വരും. ഇപ്പോൾ കോഴിക്കോട് ശരിക്കും CPM ഏറ്റവും ഞെട്ടിയിരിക്കുക കോഴിക്കോടും കൊല്ലമായിരിക്കും. ഞാൻ പോലും വിചാരിച്ചിട്ടില്ലേ കോഴിക്കോടും കൊല്ലവും ഇങ്ങനൊരു മാറ്റം ഉണ്ടാകും. കോഴിക്കോട് എല്ലാ കാലത്തും LDF ശക്തി കേന്ദ്രം. ഇതുവരെ വേറൊരാളോട് ഭരണത്തിൽ വരുമെന്ന് ആലോചിക്കൽ പോലും ഉണ്ടായിട്ടില്ല. ഇത്തവണ ഭാഗ്യത്തിന് അവർ ലീഡ് ചെയ്തു. 2-3 സീറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. 2-3 സീറ്റ് മാറിയിരുന്നെങ്കിൽ UDF ഒന്നാം സ്ഥാനത്ത് വന്നേനെ. അവിടെ അങ്ങനെ വരുന്നത് തന്നെ നെക്ക് ടു നെക്കാണ് കോഴിക്കോട്. അവസാനം ഫൈറ്റ് വന്നത് കോഴിക്കോട് നെക്ക് ടു നെക്ക്. കോഴിക്കോട് നെക്ക് ടു നെക്ക് വന്നു എന്ന് മാത്രമല്ല LDF ഭൂരിപക്ഷമില്ല. അവിടെ ഇപ്പോഴും ഭരിക്കണമെങ്കിൽ UDF സപ്പോർട്ടോ വേറെ ആരെങ്കിലും സപ്പോർട്ട് വേണം. പിന്നെ 14 BJP. ഈ തിരുവനന്തപുരത്ത് സംഭവിച്ചതിൻ്റെ ചെറിയൊരു മിനിയേച്ചർ പതിപ്പാണ് കോഴിക്കോട് സംഭവിച്ചത്. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായും അതുപോലുള്ളതിനെതിരായും വലിയ അടിയടിച്ചപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഇത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരല്ല, ഇത് ഇസ്ലാമിനെതിരാണ് എന്നൊരു തോന്നലുണ്ട്. അത് ഹിന്ദുക്കൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, മുസ്ലിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. മനസ്സിലായ? ഈ അങ്ങനെയൊക്കെ ഉണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി ഇങ്ങനെ പറയുമ്പോൾ അത് ഹിന്ദുക്കൾക്കും ഹിന്ദു വോട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് പറയണേ. പക്ഷെ സംഭവിച്ചെന്താ? ഇസ്ലാം വോട്ട് മൊത്തമായി പോയി. മീൻചന്ത പോലുള്ള വാർഡിൽ CPM എല്ലാ കാലത്തും ഉറച്ച വാർഡിലാണ് അവരുടെ മേയർ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. ഇപ്പോഴും ഭൂരിപക്ഷമല്ലേ? 3-1 സീറ്റല്ലേ ഉള്ളൂ LDF. 3-1 സീറ്റ് അല്പം കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ. പകുതി സീറ്റില്ല. അപ്പം അതുകൊണ്ട് LDF സംബന്ധിച്ചിടത്തോളം LDF കണ്ണൂരായാലും കോഴിക്കോടായാലും ഒക്കെ സംഭവിച്ചത്. തൃശ്ശൂരും ഇപ്പോൾ LDF ഒരു ഇഞ്ച് മുമ്പോട്ട് പോയില്ലല്ലോ. കഴിഞ്ഞ തവണ ഒപ്പത്തിനൊപ്പം ഏതാണ്ട് വന്നത്. തൃശ്ശൂരും ഈ പറഞ്ഞതുപോലെ മേയറെ കാണാത്ത പ്രശ്നമുണ്ട്. തിരുവനന്തപുരത്ത് പോലെ ഇങ്ങനെ ഒരാളെ പിടിച്ച് മേയറാക്കി 5 കൊല്ലം ഇരുത്തിയിട്ട് അപ്പം മേയർ എവിടെയെന്ന് ചോദിച്ചാൽ മറുപടി പറയട്ടെ. മേയർ ഏത് പാർട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്? നിങ്ങളുടെ 5 കൊല്ലത്തെ മേയർ ഏത് പാർട്ടിയിലാണ് എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുമോ? അവിടെ പറയാൻ പറ്റില്ല. അയാൾ സുരേഷ് ഗോപി നല്ല ആളാണ്, BJP കുഴപ്പമില്ലാത്ത പാർട്ടിയാണ്, ഞാൻ നല്ല ആളാണ്, അവർ നല്ല ആളാണ്, ഇവർ നല്ല ആളാണ്, ഞാൻ എന്തായാലും LDF കൂടെ ഇല്ല എന്നൊക്കെ ഒരു മേയറായിരുന്നുകൊണ്ട് പറയുക. LDF മേയർ ആയിരുന്നുകൊണ്ട് പറയുകയാണ് ഞാൻ LDF വേണ്ടി പ്രചരണത്തിന് വരില്ല. അയാൾ ആർക്ക് വേണ്ടി പോയി എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ രാഷ്ട്രീയം. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നമ്മൾ എന്തെങ്കിലും ഹിക്മത്ത് ചെയ്താൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ആ ഒരു സാഹചര്യം LDF തിരിച്ചറിയുകയും പ്രതിപക്ഷത്താണ് പ്രതിപക്ഷത്തിന് നല്ല രാഷ്ട്രീയം ഉണ്ടല്ലോ. നമ്മൾ ഭരണപക്ഷത്ത് മാത്രമേ നല്ല രാഷ്ട്രീയമുള്ളത്, പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. LDF സംബന്ധിച്ചിടത്തോളം നല്ലത് ഒരു 5 കൊല്ലം പ്രതിപക്ഷത്തിരിക്കുക, അതാണ് ബുദ്ധി. കാരണം ഇല്ലെങ്കിൽ പാർട്ടി നശിച്ചു പോകും. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ചെയ്യണം.